Good morning. Welcome back to our physical education class. In the last class, we have discussed about the importance of exercises and various body types. Today, we are going to our next chapter, My Movements. To attain better physical fitness, we should take part in physical activities daily. We can understand various technical aspects of physical exercises and can practice various recreational activities. Physical activities and games improve our physical fitness. In this chapter, we have discussed the components of physical fitness. There are 5 components of physical fitness. The first one is muscular strength. Muscular strength. മസിൽസിൻ്റെ ശക്തി, ദാറ്റ് ഇസ് പേശി ശക്തി. എന്താണ് മസ്കുലർ സ്ട്രെങ്ത്? മസ്കുലർ സ്ട്രെങ്ത് ഇസ് ദ എബിലിറ്റി ടു എക്സേർട്ട് ഫോഴ്സ്. മെജോറിറ്റി ഓഫ് ദ സ്പോർട്സ് ഈവൻറ്റ്സ് ആർ ബേസ്ഡ് ഓൺ മസ്കുലർ സ്ട്രെങ്ത്. ബലം പ്രയോഗിക്കാനുള്ള പേശികളുടെ കഴിവിനെയാണ് പേശിശക്തി അഥവാ മസ്കുലർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സ്പോർട്സ് മത്സരങ്ങളിൽ പലതും നമ്മുടെ മസ്കുലർ സ്ട്രെങ്ത്തിനെ ആധാരമാക്കി ഉള്ളതാണ്. ആം റെസ്ലിംഗ് ഇതിനൊരു ഉദാഹരണമാണ്. വൺ ഓഫ് ദി ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഇസ് ദാറ്റ് ദ മസിൽ ഫൈബേഴ്സ് ഓഫ് അവർ ബോഡി ആർ തിന്നർ ദാൻ ഹെയർ. We need the support of 17 muscles to smile and 42 muscles to stare at somebody. Maximum muscular strength is attained between 20 and 30 years of age. The second point is muscular endurance. The ability of the muscles to do work continuously without fatigue is called muscular endurance. തുടർച്ചയായും ക്ഷീണിക്കാതെയും പ്രവർത്തിക്കാനുള്ള മസിലുകളുടെ കഴിവിനെയാണ് മസ്കുലർ എൻഡുറൻസ് അഥവാ പേശി ക്ഷമത എന്ന് പറയുന്നത്. Geographical features have a great role in developing the muscular endurance of people. കെനിയ, എത്തോപ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ ലോങ് ഡിസ്റ്റൻസ് റണ്ണേഴ്സ് ഇതിനൊരു ഉദാഹരണമാണ്. മസ്കുലർ എൻഡുറൻസ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കളിക്കാവുന്ന ഒരു കളിയാണ് ബോൾ ഗ്യാതറിങ് അല്ലെങ്കിൽ പൊട്ടറ്റോ ഗ്യാതറിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ? ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു സ്റ്റാർട്ടിംഗ് ലൈനും ഒരു ഫിനിഷിംഗ് ലൈനും ഉണ്ടാവും. സ്റ്റാർട്ടിംഗ് ലൈനിൻ്റെ പുറകിൽ ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ടാവും. നിൽക്കുന്ന ട്രാക്കിൽ 4 സർക്കിളുകൾ വരച്ചിട്ട് ഓരോ സർക്കിളുകളിലും ഓരോ ബോൾ വീതം വയ്ക്കുന്നു. മത്സരം ആരംഭിക്കുമ്പോൾ കുട്ടി ആദ്യത്തെ സർക്കിളിലുള്ള ബോൾ എടുത്ത് ബാസ്ക്കറ്റിൽ കൊണ്ടുവന്ന് ഇടുന്നു. തുടർന്ന് രണ്ടാമത്തെ സർക്കിളിൽ നിന്നുള്ള ബോൾ ഇടുകയും അങ്ങനെ 4 സർക്കിളുകളിലുള്ള ബോളുകൾ ബാസ്ക്കറ്റുകളിൽ ഇട്ട് കഴിഞ്ഞ് തിരിച്ച് ഫിനിഷിംഗ് ലൈനിലേക്ക് ഓടിപ്പോകുന്ന ഒരു ഗെയിമാണ് പൊട്ടറ്റോ ഗ്യാതറിങ് അല്ലെങ്കിൽ ബോൾ ഗ്യാതറിങ് എന്ന് പറയുന്നത്. ദ തേർഡ് കോമ്പോണൻറ്റ് ഈസ് കാർഡിയോ റെസ്പിറേറ്ററി എൻഡുറൻസ്. We need more energy for doing physical exercises. Oxygen is essential for producing energy in the body. The capacity of the heart, lungs, and blood vessels to supply oxygenated blood to the working muscles is called cardiorespiratory endurance. ദീർഘനേരം കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഓക്സിജൻ ലഭ്യമാക്കാനുള്ള ഹൃദയ രക്തക്കുഴലുകളുടെയും ശ്വസന വ്യവസ്ഥയുടെയും കഴിവിനെയാണ് കാർഡിയോ റെസ്പിറേറ്ററി എൻഡുറൻസ് അഥവാ ഹൃദയ ശ്വസന ക്ഷമത എന്ന് പറയുന്നത്. ഹെൽത്തി ഹാബിറ്റ്സ് ഹെൽപ്പ് ഇൻ ഡെവലപ്പിംഗ് കാർഡിയോ റെസ്പിറേറ്ററി എൻഡുറൻസ്. മധുരപലഹാരങ്ങൾ, കൊഴുപ്പു കലർന്ന ആഹാരപദാർത്ഥങ്ങൾ, വറുത്ത ആഹാരപദാർത്ഥങ്ങൾ തുടങ്ങിയവയുടെ അമിത ഉപയോഗം കുറയ്ക്കുന്നത് ഹൃദയ പ്രവർത്തനങ്ങൾ സുരക്ഷിതമാക്കും. റോപ്പ് സ്കിപ്പിംഗ് എക്സസൈസസ് കാർഡിയോ റെസ്പിറേറ്ററി എൻഡുറൻസ് ഡെവലപ്പ് ചെയ്യാനായി നമ്മളെ സഹായിക്കും. ദ ഫോർത്ത് പോയിന്റ് ഈസ് ഫ്ലെക്സിബിലിറ്റി. The range of movements over the joints is called flexibility. Flexibility is essential for doing physical activities effortlessly. ജോയിൻസിൽ അനുഭവപ്പെടുന്ന ചലന സ്വാതന്ത്ര്യത്തിൻ്റെ തോതാണ് ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ അയവ്. പ്രയാസകരമില്ലാതെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി പൂർത്തിയാക്കാൻ ഫ്ലെക്സിബിലിറ്റി കൂടിയേ തീരൂ.
സ്ട്രെച്ചിങ് എക്സസൈസുകൾ ഫ്ലെക്സിബിലിറ്റി ഡെവലപ്പ് ചെയ്യാനായി നമ്മളെ സഹായിക്കും. The fifth and last component is body composition. Body composition is the proportion between fat and fat-free body mass, that is muscles and bones. Body composition is also an important factor in determining physical fitness. ആനുപാതികമായ അളവിൽ മസിൽസ്, ഫാറ്റ്, ബോൺസ്, മറ്റ് പ്രധാന ശരീരഭാഗങ്ങൾ അതായത് ഉയരവും ഭാരവും എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് ശരീരഘടന അഥവാ ബോഡി കോമ്പോസിഷൻ. നിങ്ങളുടെ ഉയരവും ഭാരവും ആനുപാതികമാണോ എന്നറിയുന്നതിനായി നമുക്ക് BMI ടെസ്റ്റ് നടത്തിയാൽ മതി. ബോഡി മാസ് ഇൻഡെക്സ് BMI കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. BMI is equal to weight in kg divided by height square in meters. Find out your BMI. Your weight in kilogram എത്രയാണെന്ന് എഴുതുക. സ്ക്വയർ ഓഫ് യുവർ ഹൈറ്റ് എഴുതുക. ദെൻ BMI കാൽക്കുലേറ്റ് ചെയ്യുക. വെയ്റ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് സ്ക്വയർ. I will give you an assignment. How far do tin foods, oily and junk foods influence bodybuilding? Submit the assignment before 15th July. Thank you for watching. Have a nice day.